ഇത് ചില ക്രൈസ്തവർക്കുള്ള മുന്നറിയിപ്പാണ്. അല്പം വേദപാഠം. വിഷയം ദൈവകോപം. സ്വർണം തട്ടിയെടുക്കൽ സംഭവത്തിൽ ദൈവം കോപിച്ച് പ്രതികളെ കുടുക്കി എന്ന മട്ടിലുള്ള പ്രചാരണം ക്രൈസ്തവർക്ക് വിശ്വസിക്കാനുള്ളതല്ല. അത്തരം ദൈവകോപവും ദൈവത്തിന്റെ ശിക്ഷയും ക്രൈസ്തവ പാഠമല്ല. ക്രൈസ്തവ കുടുംബത്തിലെ അംഗമായിട്ടും അത് വിശ്വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിനെയും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യദൈവത്തെയും അറിയാതെ പോകുന്നത് കൊണ്ടാണ്. അത്തരം വിശ്വാസം പറഞ്ഞു കൊടുക്കുന്നവരും അങ്ങനെ തന്നെ. ആളെ തെരഞ്ഞു പിടിച്ച് ദൈവം അത്തരം പ്രതികാരം ചെയ്യില്ലെന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ ശീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് മരിച്ചവരെ സംബന്ധിച്ച് യേശുനാഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്തൃകോപം സാവധാനമേ വരൂ എന്ന തിരുവചനവും പറഞ്ഞു തരുന്നത് ദൈവത്തിന്റെ പ്രതികാരത്തെയല്ല, പാപാവസ്ഥയിൽ തുടരുന്നതിന്റെ ദുരന്തത്തെ കുറിച്ചാണ്. ലൗകിക കാര്യങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്ന യൂട്യൂബ് അവതാരകരെ ഇത്തരം വിശ്വാസ കാര്യങ്ങളിലെ ഉപദേശകരായി കാണുന്നവർ അബദ്ധം വിശ്വസിക്കുന്നു. മതേതര വാർത്താ വിഷയങ്ങളിൽ തങ്ങൾക്ക് വിശ്വാസ്യരായവർ തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് സഹായികളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. വൈദിക നേതൃത്വത്തോടുള്ള എതിർപ്പിന്റെയും നിഷേധത്തിന്റെയും അരൂപിയിൽ കുടുങ്ങിയ അനേകർ ഈ കാലയളവിൽ ഉണ്ട്. അവരിൽ ചിലർ സഭയുടെ യഥാർത്ഥ പ്രബോധകരെ അവഗണിക്കുകയോ ശ്രവിക്കാതെയോ പോകുന്നുണ്ട്. അതിന്റെ ഫലമായി സെക്കുലർ അവതാരകർ പറയുന്നതാണ് ആധ്യാത്മിക വിഷയത്തിലും അന്തിമ വാക്കെന്ന് അവർ ഭോഷ്കായി കരുതുന്നു. ആ ഭോഷത്വം തിരിച്ചറിയുക, അതിന് തള്ളാനുള്ള പരിശുദ്ധാത്മ വെളിച്ചം സ്വീകരിക്കുക എന്നതാണ് പ്രധാനം. ദൈവകോപം എന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ വാക്കാണെങ്കിലും അത് മനുഷ്യർ കോപിക്കുന്നത് പോലെ കോപിച്ച് പ്രതികാരം ചെയ്യുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്നതല്ല. കുരിശിൽ തറച്ചു കൊന്നാലും അനുഗ്രഹിക്കുന്ന ദൈവമാണ് ക്രൈസ്തവർക്ക് വെളിപ്പെട്ടിട്ടുള്ള ദൈവം. ദൈവകോപം എന്നത് പാപത്താൽ ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടമാകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ദുഷ്ടാരൂപികളുടെയും പ്രാപഞ്ചിക ശക്തികളുടെയും ഇരകളായി മാറാമെന്നതാണ് ശിക്ഷയും ദുരന്തവും. അത് ദൈവം നൽകുന്ന തിരിച്ചടിയല്ല, ലോകവും ദൈവികമല്ലാത്ത അരൂപികളും നൽകുന്ന തിരിച്ചടി. ആദിമ മനുഷ്യർ പാപം നിമിത്തം പർദീസയ്ക്ക് പുറത്തെ ഏതു ലോകത്തേക്ക് മാറ്റപ്പെട്ടോ ആ ലോകം ദുഷ്ടശക്തികൾക്ക് അധികാരമുള്ള ലോകമാണെന്ന് ക്രൈസ്തവ പാഠം പറഞ്ഞു തരുന്നുണ്ട്. ആ ലോകത്തുള്ള പ്രപഞ്ചശക്തികൾ ദുഷ്ടസ്വാധീനത്താൽ പ്രവർത്തിച്ചെന്നു വരും. ഗദറായുടെ ദേശത്തെ പിശാചു ബാധിതരെ മോചിപ്പിക്കാനുള്ള ജലയാത്രയിൽ വഞ്ചി മറിക്കാൻ ശ്രമിച്ച കാറ്റിനെയും കടലിനെയും യേശുനാഥൻ അടക്കിയത് ശാസിച്ചാണ്. ശാസന വേണ്ടി വന്നത് അവ തെറ്റ് ചെയ്തത് കൊണ്ടാണ്. ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം ദൈവികമല്ലാത്ത ശക്തിയുടെ സ്വാധീനത്തിൽ പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണെന്ന് ക്രൈസ്തവർക്ക് മനസ്സിലാകും. തങ്ങൾക്കുള്ള ഒഴിപ്പിക്കൽ ഭീഷണി ഒഴിവാക്കാൻ വഞ്ചി മറിച്ച് യേശുവിനെ അപകടപ്പെടുത്താൻ ദുഷ്ടാരൂപികൾ നടത്തിയ ശ്രമമെന്നും കൂടി ഗ്രഹിച്ചാൽ പ്രപഞ്ചശക്തികളെ ദുഷ്ടാരൂപികൾ എങ്ങനെ ദുരുപയോഗിക്കുമെന്നും മനസ്സിലാക്കാം. അത്തരം സംഭവങ്ങളെല്ലാം ദൈവകോപത്തിന്റെ ഫലമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതും ആദ്യം മുതലേ നുണ പറയുന്ന ദൈവവിരുദ്ധമായ ശക്തികളുടെ സ്വാധീനം. അന്ധവിശ്വാസത്തിൽ മനുഷ്യരെ കൊടുക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടാരൂപി അതിനുവേണ്ടി ദൈവകോപത്തിന്റെ തിരിച്ചടി എന്ന അബദ്ധപാഠം മനുഷ്യ മനസ്സുകളിൽ ഉറപ്പിക്കാനും ശ്രമിക്കും. മോഷണം നടത്തുന്നവർക്കുള്ള സ്വാഭാവിക തിരിച്ചടി ദേവന്റെ ശിക്ഷയെന്ന് വ്യാഖ്യാനിക്കുന്നത് തങ്ങളെ സംബന്ധിച്ച് അബദ്ധപാഠമെന്ന് ക്രൈസ്തവർ ഗ്രഹിക്കണം. ദൈവകൃപ നഷ്ടമാക്കുന്ന വിധത്തിൽ കഠിനമായ തെറ്റു ചെയ്യുന്നവരെ ദ്രോഹിക്കാൻ ദുഷ്ടശക്തികൾക്ക് എളുപ്പം. ആ ദ്രോഹ പ്രവൃത്തി ഒരു ദേവന്റെ തിരിച്ചടിയെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരുടെ കൗശലം. അതുവഴി ചിലരെയെങ്കിലും ദൈവം പ്രതികാരം ചെയ്യുമെന്ന അബദ്ധവിശ്വാസത്തിൽ കുടുക്കിയിടുക എന്നതുകൂടി അത്തരം ശക്തികളുടെ പദ്ധതി. പാപം ദുഷ്ടശക്തികളുടെ പ്രവൃത്തികൾക്കും ദൈവശിക്ഷ പോലെ തോന്നിക്കുന്ന ദുരന്തങ്ങൾക്കും ദുരവസ്ഥയ്ക്കും കുറ്റബോധത്തിനും വ്യക്തിയെ ഇരകളാക്കുമെന്നതിൽ സംശയമില്ല. എന്നാൽ
യേശു ക്രിസ്തു വെളിപ്പെടുത്തിയ സത്യദൈവത്തെ അറിയുന്നെങ്കിൽ ക്രൈസ്തവർക്ക് ഇത്തരം ദൈവകോപ പ്രചാരണങ്ങളിൽ വിശ്വസിക്കാനാവില്ല. സത്യം ഉളവാക്കുന്ന അസ്വസ്ഥത തന്നെയാണല്ലോ ചങ്കിൽ തറയ്ക്കുന്ന പരിശുദ്ധ ബൈബിൾ വചനം വീട്ടുമതിലിൽ കണ്ട ചിലരുടെ അതിരുവിട്ട പ്രതികരണത്തിന് കാരണം. വിഗ്രഹാരാധന എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്നത് രാജാവിനെയും രാജാവിന്റെ പ്രതിമയെയും ആരാധിക്കൽ. ദൈവം ബിംബത്തിൽ തുടങ്ങി ബിംബത്തിൽ അവസാനിക്കുന്നു എന്ന വിധത്തിലുള്ള ബിംബാരാധന, ബിംബത്തിലൂടെ ദുഷ്ടാരൂപി പിടിച്ചു പറ്റുന്ന ആരാധന എന്നിവയെയും മറ്റുമാണ്. അത് തങ്ങളെ ഉദ്ദേശിച്ചാണ് എന്ന മട്ടിൽ കലാപത്തിനിറങ്ങുന്നത് ആരുടെയും ന്യായമായ അവകാശവും പ്രവൃത്തിയുമല്ല. പരിശുദ്ധ ബൈബിൾ വചനം ആരെയെങ്കിലും പരിഹസിക്കാനോ തിന്മയാൽ പ്രകോപിപ്പിക്കാനോ ഉപയോഗിക്കുന്നതും ദൈവികമല്ല. മതിലിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതുകൊണ്ട് ദൈവവചനത്തിന്റെ വിധിയെഴുത്ത് മാറുന്നില്ല. അതെല്ലാവർക്കും ബാധകമാണ്, എഴുതുന്നവർക്കും മായ്ക്കുന്നവർക്കുമെല്ലാം. പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിക്കുന്നതിനാൽ ക്രൈസ്തവരെ വിഗ്രഹാരാധകരെന്ന് വിളിക്കുന്ന ഇസ്ലാമികരും സ്വരൂപവണക്കത്തിന്റെ പേരിൽ കത്തോലിക്കരെ വിഗ്രഹാരാധകരെന്ന് വിളിക്കുന്ന പെന്തക്കോസ്തൽ വിഭാഗങ്ങളും ഉണ്ടെന്നത് മറക്കുന്നില്ല. വിശ്വാസ സ്ഥിരത കൊണ്ടല്ലാതെ അക്രമം കൊണ്ട് അവരെ നേരിടാൻ ക്രൈസ്തവർക്കോ കത്തോലിക്കർക്കോ പ്രേരണയില്ല. വിശ്വാസം അതിനല്ല പ്രേരിപ്പിക്കുന്നതും.